നമസ്കാരം. നമ്മുടെ ആൽഫ ഹോബി ചാനലിലെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഡയറക്റ്റ് കിടക്കാം. പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത ആണുങ്ങളുടെ 7 ശീലങ്ങൾ. ഈ ശീലങ്ങൾ മാറ്റുമ്പോൾ തന്നെ പെൺകുട്ടികൾ മിക്കവാറും ആൺപിള്ളേരുടെ പുറകെ വരും. മിക്ക ആൺപിള്ളേർക്കും ഈ കാര്യം അറിയില്ല. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് ലൈഫിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കോളും. ഓക്കെ, നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ചിന്തിക്കാറില്ലേ, ഞാനൊരു മോശമാണല്ല, ഞാൻ ആരെയും ചതിക്കുന്നില്ല, ഞാൻ സ്നേഹിക്കുന്നവരെ കെയർ ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികൾ എന്നെ സീരിയസ് ആയിട്ട് കാണാത്തത്? ഇത് പല ആൺപിള്ളേരുടെയും ചോദ്യമാണ്. പലരും കരുതുന്നത് ഒരു പെണ്ണിനെ ആകർഷിക്കാൻ നല്ല ലുക്ക് വേണം, കൂടുതൽ പണം വേണം, വലിയ സ്റ്റാറ്റസ് വേണം. പക്ഷേ ജീവിതത്തിൽ കുറച്ച് അനുഭവങ്ങൾ വന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഒരു പെണ്ണ് ഒരു ആൺകുട്ടി ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം പലപ്പോഴും അവൻ്റെ മുഖമല്ല, അവൻ്റെ ചില ശീലങ്ങളാണ്. അവൻ സംസാരിക്കുന്ന രീതി, അവൻ പെരുമാറുന്ന രീതി, അവൻ ജീവിതത്തിലെ കാണുന്ന രീതി. ഇത് ഞാൻ പറയാൻ പോകുന്നത് പെൺകുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമല്ലാത്ത 7 ആൺകുട്ടികളുടെ ശീലങ്ങളെക്കുറിച്ചാണ്. ഇവയിൽ ചിലത് നിങ്ങൾക്കുണ്ടായിരിക്കും, അത് എനിക്കത് മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലത് എല്ലാം തിരിച്ചറിഞ്ഞ് ഞാനത് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് നല്ല ചേഞ്ചാണ് ലൈഫിലുണ്ടായത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാം. നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇനി ഒന്നാമത്തെ ഒരു കാര്യം, ഈ അമിതമായ അറ്റൻഷൻ സീക്കിങ്. അതായത് ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചില ആൺകുട്ടികൾ ചെയ്യുന്ന ആദ്യത്തെ തെറ്റാണ് ഇത്. അവരുടെ മുഴുവൻ ലോകവും ആ പെൺകുട്ടിക്ക് ചുറ്റും കറങ്ങാൻ തുടങ്ങും. രാവിലെ എഴുന്നേറ്റ ഉടനെ മെസ്സേജ് അയക്കും, ഓരോ മണിക്കൂറിലും മെസ്സേജ് അയക്കും, റിപ്ലൈ വന്നില്ലെങ്കിൽ വീണ്ടും മെസ്സേജ് അയക്കും, ഓൺലൈൻ കണ്ട ഉടനെ പിന്നെ മെസ്സേജ്, ഒരു ദിവസം സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ടെൻഷൻ. സത്യം പറയാനല്ല, ഇങ്ങനെ ആരെയും ഇഷ്ടപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സ്വന്തം ജീവിതം മറന്ന് മറ്റൊരാളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? കാരണം ഇങ്ങനെയുള്ളത് അത് സ്നേഹമല്ല, അത് പലപ്പോഴും ആശ്രിതത്വമാണ്. അതായത് ഡിപ്പെൻഡൻസി എന്ന് പറയും. നമ്മൾ ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് സ്വന്തം ജീവിതവും ലക്ഷ്യങ്ങളും ഉണ്ടാവും. അവരിങ്ങനെ ആളുകളെ ബഹുമാനിക്കും. അല്ലാതെ അവരുടെ ശ്രദ്ധ ഇങ്ങനെ ഒപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ അവരെ പുറകെ നടക്കില്ല, അവരോട് യാചിക്കില്ല, എനിക്ക് മെസ്സേജ് അയക്കൂ, എന്താണ് എന്നെ വിളിക്കാത്തത്, അല്ലെങ്കിൽ എന്താണ് എന്നെ മൈൻഡ് ചെയ്യാത്തത്, ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ട് നടക്കില്ല. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇത് നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ ആത്മവിശ്വാസ കുറവായിരിക്കും ഇവിടെ പ്രകടമാകുന്നത്. അതിനു വേണ്ടി നമ്മൾ നിൽക്കരുത്. പിന്നെ എപ്പോഴും നെഗറ്റീവ് സംസാരിക്കൽ, അത് ഭയങ്കര മോശപ്പെട്ടൊരു സ്വഭാവമാണ്. ഈ എപ്പോഴും നെഗറ്റീവ് സംസാരിക്കൽ എന്ന് പറയുന്നത്. നിനക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം എന്ത് വിഷയം പറഞ്ഞാലും അതിൽ നെഗറ്റീവ് ഇട്ടൊഴിയും. ജോലി ഇല്ലെങ്കിൽ പരാതി, എനിക്ക് ജോലിയില്ല, ഞാൻ ഒരു ഇതാണ് എന്ന് പറഞ്ഞ് പരാതി. ജോലി കിട്ടിയാൽ പറയും എനിക്ക് ജോലി ശരിയല്ല എന്ന് പറഞ്ഞ് പരാതി. മഴ പെയ്ത പരാതി, എന്ത് മഴയാണത്, മഴ എപ്പോഴും മഴ എന്ന് പറഞ്ഞ് പരാതി. വെയിൽ വന്നാൽ അതിന് പരാതി. ജീവിതത്തിൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം മനുഷ്യർ സംസാരിക്കും, ചിലത് മാത്രം അവർ സംസാരിക്കും. പരിഹാരത്തെക്കുറിച്ച്, ആ പ്രശ്നത്തിനുള്ള പരിഹാരത്തെക്കുറിച്ച് അവരെന്ത് ചെയ്യും, ഒരിക്കലും സംസാരിക്കില്ല. ആദ്യത്തിൽ ആളുകൾ ഇങ്ങനെ ആരെങ്കിലും കാണുമ്പോൾ തന്നെ ആൾക്കാർ വിചാരിക്കും എന്ത് ഇങ്ങനത്തെ ഒരാളായിപ്പോയി, ഇങ്ങനെ സഹതപിക്കും നമ്മൾ ആലോചിച്ച്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ നമ്മളടുത്ത് നകന്നു പോകും. ആദ്യമൊക്കെ അവർ ഇങ്ങനെ നമ്മളടുത്ത് ഭയങ്കരമായിട്ട് നമ്മളെ കൂടെ പരാതി കേൾക്കുമ്പോഴത്തേന് അവർ നമ്മുടെ കൂടെ കൂടിയിട്ട് ശരിയാണെന്ന് പറയും. പിന്നീട് നോക്കുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ നെഗറ്റീവ് മാത്രം പറയുമ്പോഴത്തേന് അവർ നമ്മളെ വിട്ടിട്ട് അവരെ പാട്ടിന് പോകും. കാരണം ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം ഭയങ്കര ക്ഷീണം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അറിയാലോ, നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞത് ലൈഫിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ക്ഷീണം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് മാക്സിമം നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ട കാര്യം. ആളുകൾക്ക് വേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് സമാധാനമാണ്. ആൾക്കാർക്ക് വേണ്ടത് സമാധാനം. പിന്നെ എപ്പോഴും പരാതിപ്പെടുന്ന ഒരാളുടെ കൂട്ടല്ല അവർക്ക് വേണ്ടത്, അവർക്ക് സമാധാനം വേണം. അപ്പോൾ എപ്പോഴും പരാതി പറഞ്ഞ ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് സമാധാനക്കേടാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവർ നമ്മളെ ഇട്ടിട്ട് അവരുടെ പാട്ടിന് പോകും. പിന്നെ മൂന്നാമത്തെ കാര്യം, സ്വന്തം ജീവിതത്തെക്കുറിച്ച് കള്ളം പറയൽ. നമ്മൾ ലൈഫിനെക്കുറിച്ച് ഒരിക്കലും കള്ളം പറയരുത്. ഇന്ന് സോഷ്യൽ മീഡിയ കാലത്ത് ഇത് വളരെ കൂടുതലാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചെയ്യുന്ന വളരെയധികം കൂടിയൊരു തെറ്റാണ് ഈ സ്വന്തം ജീവിതത്തെക്കുറിച്ച് കള്ളം പറയുന്ന പരിപാടി. ചിലർ യഥാർത്ഥ ജീവിതത്തെക്കാൾ വലിയ ആളായിട്ട് അഭിനയിക്കും. അവർ ലൈഫിൽ എന്താണോ അതിനെക്കാട്ടി മുകളിലാണ് ഞാനെന്നുള്ള രീതിയിൽ അവർ അഭിനയിച്ച് കാണിക്കും.
ഇതൊന്നും ഒരു പ്രാവർത്തികമാക്കാൻ പോകുന്നില്ല. ഇവർ എന്ത് ചെയ്യും, ലൈഫിൽ ഭയങ്കരമായിട്ട് അഭിനയിക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കും അവർ. പിന്നെ ശമ്പളം കൂട്ടി പറയും. ചെറിയ ശമ്പളം ഉണ്ടെങ്കിലും പറയും എനിക്ക് ഇത്ര കൂടുതലുണ്ട് ശമ്പളം എന്ന് പറയും. എന്നിട്ട് പരിചയങ്ങൾ കൂട്ടി പറയും, എനിക്ക് ഇന്ന ആളിനെ അറിയാം, എനിക്ക് മറ്റേ ആളിനെ അറിയാം, എനിക്ക് വലിയ വലിയ ആൾക്കാരെ അറിയാം എന്നൊക്കെ പറഞ്ഞ് കള്ളം പറയും. ഇല്ലാത്ത വിജയങ്ങൾ ഉണ്ടാകുമെന്ന് പറയും. അതായത് ഒന്നും നേടിയിട്ടില്ലെങ്കിലും, ഒരു വിജയം പോലും ഉണ്ടായിട്ടില്ലെങ്കിലും അവർ പറയും ഞാൻ അങ്ങനായി, ഞാൻ ഇങ്ങനെ നേടി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ. കാരണം ഇവർ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് ആൾക്കാർ ഇമ്പ്രസ് ആകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വേറൊരു കാര്യമാണ്. ഈ കള്ളം പൊളിയാതിരിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, വീണ്ടും 10 കള്ളം കൂടി പറയും. അങ്ങനെ കള്ളം പറഞ്ഞ് ഇവർ മൊത്തം ഈ കള്ളത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരാളായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, അവസാനം ഒരു സമയത്ത് ഈ സത്യം പുറത്ത് വരുമ്പോഴത്തേന് ഇവരുടെ വിലയാണ് അവിടെ ഇടിഞ്ഞ് നശിച്ച് ഇല്ലാതായി പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അപ്പോൾ ഒരു നഷ്ടം ഉണ്ടാകുന്നതാണ്. അവിടെ ഒരു നഷ്ടം ഉണ്ടാകുന്നതെന്ന് ആ ആളിൽ മറ്റേ ആൾക്കുണ്ടായിരുന്ന വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു ബന്ധത്തിൽ നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിശ്വാസം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെ ഒരു ബന്ധത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ വിശ്വാസം. അപ്പോൾ അതിവിടെ നഷ്ടപ്പെട്ടു പോകുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കള്ളം പറഞ്ഞത് കൊണ്ട്. അപ്പം അത് ഒഴിവാക്കുക മാക്സിമം. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരെയും താഴ്ത്തി, അതായത് 4ാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാവരെയും താഴ്ത്തി സംസാരിക്കൽ. ചില ആൺകുട്ടികൾ കരുതും മറ്റുള്ളവരെ കളിയാക്കുകയും താഴ്ത്തുകയും ചെയ്താൽ തങ്ങളെ ശക്തരായി തോന്നുമെന്ന്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ അല്ല. ഒരു മനുഷ്യൻ്റെ നിലവാരം അറിയണമെങ്കിൽ അവർ തനിക്കൊന്നും തിരിച്ച് ചെയ്യാൻ കഴിയാത്ത ആളോട് എങ്ങനെ പെരുമാറുമെന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ നിലവാരം നമുക്കറിയണമെങ്കിൽ അയാളെ തിരിച്ച് ഉപദ്രവിക്കാൻ കഴിവില്ലാത്ത ഒരാൾ, അയാളെയും കണ്ടി താഴ്ന്ന ഒരാളോട് ഇയാൾ എങ്ങനെ പെരുമാറുമെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ അതായത് ഒരു വെയിറ്ററോട്, ഒരു സെക്യൂരിറ്റി ജീവനക്കാരോട്, അല്ലെങ്കിൽ ഒരു ഡ്രൈവറോട്, ഒരു തൊഴിലാളിയോട്, അവരോടൊന്നും ബഹുമാനമില്ലാതെ നമ്മളിങ്ങനെ പെരുമാറുന്ന ആൾക്കാരുണ്ടാകും. കാരണം അവരെയും കണ്ടി മുകളിൽ കുറച്ച് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ പവർഫുള്ളായിട്ടും ഒക്കെ ഈ അധികാരത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അവരെയും കണ്ടി താഴ്ന്ന ആൾക്കാരോട് ബഹുമാനമില്ലാതെയാണ് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് മറ്റുള്ളവർ ദീർഘകാലം ബഹുമാനിക്കില്ല. കാരണം അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ വില ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും മറ്റുള്ള സഹജീവികളോട്, നമ്മളെക്കാട്ടി താഴ്ന്ന സഹജീവികളോടായാലും മുകളിലുള്ളവരുടെ അടുത്തായാലും നമ്മളൊരു ന്യൂട്രലായിട്ട് ഒരു കുറച്ച് സ്നേഹവും ഒരു സാന്ത്വനിപ്പിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പെരുമാറണം, ഒരു കരുണയൊക്കെ കാണിക്കണം. അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. പിന്നെ 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാതിരിക്കുക. നമ്മൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ഈ ലോകത്തെല്ലാവരും കോടീശ്വരനാകണമെന്നൊന്നുമില്ല. എല്ലാവരും ഏതെങ്കിലും കമ്പനിയുടെ CEO ആയിരിക്കണമെന്നുമില്ല. പക്ഷേ എല്ലാവർക്കും ഒരു ദിശ ഉണ്ടായിരിക്കും. അവരെങ്ങോട്ട് പോകണമെന്നുള്ളൊരു ദിശ, എവിടേക്കാണ് പോകുന്നതെന്നുള്ളൊരു ധാരണ, സ്വയം മെച്ചപ്പെടുത്താനുള്ള ശ്രമം. അതാണ് ഞാൻ അത് കറക്റ്റായിട്ട് പറഞ്ഞത്. അതാണ് സ്വയം മെച്ചപ്പെടുത്താനുള്ളൊരു ശ്രമം. ഇന്ന് ഉള്ളതിനേക്കാൾ ഇന്ന് നമ്മൾ എന്താണോ അതിനെക്കാട്ടി നാളെ മികച്ചതാകണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് ആൾക്കാരെ നമ്മളിലോട്ട് ആകർഷിക്കുന്ന ഒരു പ്രധാന കാര്യം. മനസ്സിലായില്ലേ? എന്താണ് നമ്മൾ ഇന്നെന്ന് ഉള്ളതിനല്ല, നമ്മൾ നാളെ എന്താകണമെന്ന് നമുക്കൊരു ലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ് ഇതിലെ പ്രധാന കാര്യം. കാരണം ലക്ഷ്യമുള്ള ആളുകളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരിക്കും. അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും പറ്റും. മനസ്സിലായില്ലേ? ലക്ഷ്യം, ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്, എനിക്ക് അവിടെ എത്തണം, ഞാൻ അങ്ങനെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളുടെ കണ്ണുകളിൽ ആ തിളക്കമുണ്ടാകും. അത് പണം കൊടുത്ത് വാങ്ങാൻ നമുക്ക് സാധിക്കില്ല. യു അണ്ടർസ്റ്റാൻഡ്? പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല. നമ്മുടെ ലക്ഷ്യങ്ങളെ ഒരിക്കലും നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല. അത് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ആ തിളക്കത്തെ നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല, കണ്ണുകളിലുള്ള ആ തിളക്കത്തെ. പിന്നെ 6ാമത്തെ കാര്യം, അമിതമായ അസൂയയും നിയന്ത്രണവും. പലരും ഇതിനെ സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ അത് സ്നേഹമല്ല, ഭയമാണ്. ആരോടാണ് സംസാരിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും പെൺപിള്ളേരെ വിളിച്ചിട്ട്. നീ ആരോട് സംസാരിച്ച്? നീ എന്തിനാണ് അവനെ ഫോളോ ചെയ്യുന്നത്? നീ എന്തിനാണ് അവൻ്റെ പോസ്റ്റിൽ ലൈക്ക് ചെയ്തത്? ഇങ്ങനെ തുടർച്ചയായിട്ട് ചോദിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ തുടർച്ചയായിട്ട് ചോദിക്കുന്ന ഒരാൾ എന്താണ് മറ്റുള്ളവരുടെ, അവർ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? സ്നേഹം എന്ത് ചെയ്യും? അവിടെ ഇല്ലാതാവും. സ്നേഹം എന്ന് പറഞ്ഞ സാധനം എന്താണ്? അത് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ള കാര്യമാണ്. സ്നേഹം സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ്. നിയന്ത്രിക്കുന്ന ഒരു കാര്യമല്ല സ്നേഹം, അത് സ്വാതന്ത്ര്യം നൽകുന്നുള്ളവരാണ്. വിശ്വാസമുള്ളിടത്താണ് ആരോഗ്യമുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. പരസ്പരം വിശ്വാസം, അതായത് നമ്മളിൽ അവർക്കൊരു വിശ്വാസം ഉള്ളപ്പോഴാണ് അവിടെ എന്താണ് നല്ലൊരു ബന്ധം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വേണം നമ്മളത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ. ചുമ്മാ വെറുതെ ആൾക്കാരെ ആയിട്ട്
മറ്റുള്ളവരുടെ അസൂയ വെച്ചിട്ട് ഇങ്ങനെ നിയന്ത്രിക്കാൻ നിൽക്കരുത്. നമ്മുടെ പാർട്ട്ണറിനെയാണെങ്കിലും ആരെയാണെങ്കിലും നമ്മൾ ഒരുപാട് നിയന്ത്രിക്കാൻ നിൽക്കരുത്. പിന്നെ ഇതാണ് 7ാമത്തെ കാര്യം. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫൈനലാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ കാര്യം പരാജയമല്ല, നിശ്ചലമായി നിൽക്കുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ കാര്യം എന്താണ്? ഒരു പരാജയം ഉണ്ടാകുന്നതല്ല, ആ പരാജയത്തിന് ശേഷം നമ്മളവിടെ നിന്ന് പോകുന്നതാണ്. പലരും വർഷങ്ങളായിട്ട് ഒരേ രീതിയിൽ ജീവിക്കുന്നു, ഒരേ ജീവിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുതിയതായിട്ടൊന്നും പഠിക്കില്ല, പുസ്തകങ്ങൾ വായിക്കില്ല, പുതിയ കഴിവുകൾ നേടില്ല, ശരീരം ശ്രദ്ധിക്കില്ല, മനസ്സ് ശ്രദ്ധിക്കില്ല. പക്ഷേ ലോകം മുന്നോട്ട് പോവുകയാണ്. മനസ്സിലാക്കണം, ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഓടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ നമ്മൾ പിന്നിലായി പോകും. സ്വയം വളരാൻ തയ്യാറുള്ള ആളുകൾ എപ്പോഴും കൂടുതൽ ആകർഷകരായി മാറും. സ്വയം വളരാൻ തയ്യാറായി ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാർ എപ്പോഴും കൂടുതൽ ആകർഷണമുള്ള ആൾക്കാരായിരിക്കും. കാരണം അവർ ഇന്നലത്തെ ആളല്ല, അവർ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ആരെയും കുറ്റപ്പെടുത്താനോ അങ്ങനെ കളിയാക്കാനോ അല്ലെങ്കിൽ ആരെയും കുറച്ച് കാട്ടാനോ അല്ല. നമ്മളിൽ പലർക്കും അറിയാതെ വരുന്ന ചില ശീലങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല നമ്മൾ ഈ ലൈഫിൽ ഈ മാറ്റങ്ങൾ വരുത്തേണ്ടത്. നമ്മുടെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ശീലങ്ങൾ ലൈഫിൽ കൊണ്ടുവരേണ്ടത്. കാരണം നീ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനാകുമ്പോൾ, കൂടുതൽ ബഹുമാനമുള്ളവനാകുമ്പോൾ, കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനാകുമ്പോൾ ആളുകൾ സ്വാഭാവികമായി നിന്നിലേക്ക് ആകർഷിക്കപ്പെടും. മനസ്സിലായോ? അത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സമൂഹവും ധനവും എല്ലാം നിന്നിലേക്ക് ആകർഷിക്കപ്പെടും. അതിനാൽ ഈ 7 കാര്യങ്ങൾ നിനക്കുള്ളതാണെന്ന് നീ സ്വയം ചോദിക്കുക. നിനക്കുള്ളതാണോ നീ നിന്നോട് തന്നെ ചോദിക്കുക. ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ അത് മാറ്റാൻ നീ ഇന്ന് തന്നെ തീരുമാനിക്കുക. കാരണം ജീവിതം മാറുന്നത് ഒരു വലിയ തീരുമാനത്തിലൂടെയല്ല, ദിവസവും ചെയ്യുന്ന ചെറിയ മാറ്റങ്ങളിലൂടെയാണ്. ചെറിയ മാറ്റങ്ങളുടെ ജീവിതം മാറണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൽ നിന്ന് വളരെ 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 ഇമ്പ്രൂവ്മെൻറ്റിനുള്ള കുറച്ച് വിവരങ്ങൾ കൂടി കൊണ്ടുവരും. നിങ്ങൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളത് കണ്ട് വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഡെയിലി നിങ്ങൾക്ക് മെച്ചപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുപോലെ വീഡിയോ വഴി തരും. അപ്പോൾ അത് നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ മെച്ചപ്പെടൂ. നിങ്ങൾ ചാനൽ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. മറക്കരുത്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.